എല്ലാവർക്കും നമസ്കാരം. എന്ത് ചൂടാണല്ലേ! ഇവിടെ പൂനെയിലും നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ചൂടത്ത് മെയിനായിട്ട് എപ്പോഴും കേൾക്കുന്ന പോലെ ധാരാളം ബോഡിയൊക്കെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ സീസണലായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ, വെജിറ്റബിൾ ആണെങ്കിലും ഫ്രൂട്ട് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും സീസണലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ പൂനെയില് മാർക്കറ്റില് ഇപ്പം ലോക്കി അല്ലെങ്കിൽ നമ്മുടെ പീച്ചിങ്ങയില്ലേ, തുറായി, അത് പിന്നെ ടിണ്ട, ഇങ്ങനത്തെയൊക്കെ, പിന്നെ എനിക്ക് പേര് പോലും അറിയാത്ത ധാരാളം പച്ചക്കറികൾ. അപ്പൊ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോ അങ്ങനെ ധാരാളം സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ അറിയാത്ത പുതിയ പുതിയ പച്ചക്കറികളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ സീസണൽ ആയതുകൊണ്ടും നമ്മള് കുറെ വീട്ടിലെ ആവശ്യത്തേക്കുള്ള പച്ചക്കറികളെല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ കണ്ടത്. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും കുറെ സ്പെഷ്യൽ ആയിട്ടുള്ളതൊക്കെ ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പേര് പോലും അറിയാത്ത പച്ചക്കറികളൊക്കെ അവിടെ കണ്ടു ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ. അങ്ങനെ സാധാരണ മത്തങ്ങയും കുമ്പളങ്ങയും എന്റെ ഫേവറേറ്റ് ഐറ്റം ആണ് കുമ്പളങ്ങ. ഞാൻ നമ്മുടെ വെള്ളരിക്കേക്കാളും എപ്പോഴും കുമ്പളങ്ങയാണ് പ്രിഫർ ചെയ്യുന്നത്. അതിന് പല കാര്യങ്ങളുണ്ട്. എനിക്ക് വെള്ളരിക്കേക്കാളും കുമ്പളങ്ങയാണ് ടേസ്റ്റ് ഇഷ്ടം. അതുപോലെ തന്നെ ഹെൽത്ത് വൈസും. പക്ഷെ ഹെൽത്ത് വൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് പച്ചക്ക് കഴിച്ചാലേ അത്ര ഗുണമുള്ളൂ എന്ന് തോന്നുന്നു. അത്രയ്ക്ക് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ മത്തങ്ങയും കുമ്പളങ്ങയും ഡ്രം സ്റ്റിക്കും അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് നമ്മൾ സാധാരണ വീട്ടിലേക്ക് മേടിക്കാറുള്ളത്. അപ്പൊ ഇന്നലെ ഈ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലത്തെ അറിയാൻ പാടില്ലാത്ത കുറെ പച്ചക്കറിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കണ്ടത്. അപ്പം നമ്മൾ ചന്തയിൽ പോയാ ഇന്നലെ മേടിച്ചത്. അപ്പൊ നെക്സ്റ്റ് ടൈം പോകുമ്പോ എന്തായാലും അതൊക്കെ മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. മൈസൂർ വെച്ചിട്ട് ഇതുപോലെ കുറെ വെജിറ്റബിൾസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അതിന്റെ ഒന്നും പേര് പോലും ഓർക്കുന്നില്ല. അപ്പൊ അന്നൊന്നും ഞാനിങ്ങനെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യത്തില്ലായിരുന്നു. അതുപോലെ തന്നെ മൈസൂർ വരുന്ന സമയത്തും ട്രാവലും കുക്കിംഗ് ഒന്നും നമ്മുടെ വീഡിയോയിൽ അങ്ങനെ അധികം ഉൾപ്പെടുത്തത്തില്ലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ട്രാവലിംഗ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒന്നും ഡോക്യുമെന്റ്സ് ഇല്ല കയ്യില്. അപ്പൊ എനിക്ക് ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ ഈ വീഡിയോസ് ഇടുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു മെമ്മറിയാണ്. അതിന് ഡോക്യുമെന്റ് ചെയ്യാണ്. അത് ലൈക്ക് ഞാൻ എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോലും എന്റെ ഫോണിൽ സ്പേസ് ഇല്ല. അപ്പൊ നമ്മള് മാത്രം ഇത് സൂക്ഷിച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മള് കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കും. അപ്പൊ യൂട്യൂബില് അപ്ലോഡ് ചെയ്യുന്ന വഴി ഡോക്യുമെന്റിംഗ് എന്നുള്ള ഒരു സംഭവം അതുവഴി നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സോ അപ്പൊ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. സത്യത്തിൽ അതിലൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാ ചിന്തിച്ചേ. നമ്മൾ മൈസൂർ വെച്ചിട്ടാണ് ശരിക്കും എനിക്ക് തോന്നുന്നു യൂട്യൂബ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ രുദ്രാക്ഷ കണ്ടീഷനിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല അത്യാവശ്യം വൈറലായ വീഡിയോ ആണ്. പിന്നെ ശരിക്കും ഇത് കുക്കിംഗ് ചാനലായിരുന്നു ആദ്യം, ഒരു 100-150. അപ്പൊ അത് മൊത്തം എക്സ്പെരിമെന്റ്സ് ഒന്നല്ല. നമ്മൾ സ്ഥിരം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ എന്റേതായിട്ടുള്ള കുറച്ച് എന്റേതായിട്ടുള്ള കുറച്ച് ഇംപ്രവൈസേഷൻ ചെയ്തിട്ടുള്ള കുക്കിംഗ് ആയിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. എക്സ്പെരിമെന്റൽ വീഡിയോസ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കൂടുതലും ഇപ്പൊ ബേക്കിംഗ് ഒക്കെ ആണെങ്കിലും കുറച്ച് എക്സ്പെരിമെന്റൽ അത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടാണ് നോക്കാറുള്ളത്. അപ്പൊ അന്ന് അത് ചെയ്ത വീഡിയോസ് എല്ലാം ഒത്തിരി വീഡിയോസ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് എന്റെ ഒരു ഏറ്റവും വലിയൊരു മണ്ടത്തരം ആയിരുന്നു ആ സംഭവം. അതുപോലത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നില്ല ഒരു യൂട്യൂബർ എവിടെയും കാണിച്ചിട്ടുണ്ടെന്ന്. ഇത്രമാത്രം വീഡിയോസ് ഡിലീറ്റ്, അത് ശരിക്കും നമ്മുടെ ചാനലിന്റെ വളർച്ചയെ വളരെയധികം നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത്ര വീഡിയോ യൂട്യൂബിൽ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് ഇത് എന്താണ്, ഈ ചാനലിന് ഒരു ഒരു യൂട്യൂബ് അൽഗരിതം തന്നെ താഴോട്ട് പോകും. ഒരു സസ്പെക്ട് ഉണ്ടാവും എന്താ ഇത്തരം വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നത്. എന്റെ എന്തോ ഒരു മണ്ടത്തരത്തിന് കുക്കിംഗ് എല്ലാം മാറ്റാം, ഇനിയിപ്പോ ആർട്ട് മാത്രം ഇടാമെന്ന് ഒരു മൊമെന്റ് തോന്നിയതിന് ആ ഒരു പരിപാടി ചെയ്ത് ഭയങ്കര മോശമായിപ്പോയി.
അപ്പൊ എന്തായാലും സംഭവിച്ചു. ഇനി അതും പറഞ്ഞ് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. പിന്നെ പിന്നെ ഏതോ മൊമെന്റിലേക്ക് വീണ്ടും ഇതുപോലെ കുക്കിങ്ങും ട്രാവലിംഗും ഒക്കെ ഷെയർ ചെയ്യാമെന്ന് തോന്നി. അപ്പൊ ഞാൻ നേരത്തെ ഡോക്യുമെന്റേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് ചെയ്ത വീഡിയോസും അത് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രൂട്ടിനൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടില് ഓൾറെഡി ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഡോക്യുമെന്റ് എന്ന് പറയാനായിട്ട് കയ്യിലൊന്നും ഇല്ല എന്ന് വേണം ക്ലിയർ ആയിട്ട് പറയാനായിട്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ ഒരു ടെക്നിക്കൽ വേർഷൻ ഞാൻ ആലോചിച്ചത്. അപ്പൊ ഇനി പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ചെറുപ്പിടാൻ സംസാരിക്കും. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം, അതിലാണല്ലോ പ്രസക്തി. അപ്പൊ റിഡ്ജ് കോഡ് മേടിക്കുമ്പോഴേ ഇതാണ്ട് ഈ ഒരു ഭാഗം ഇത് നോക്കാതെയാണ് ഇന്നലെ വാങ്ങിച്ചത്. ഇത് നല്ല പച്ചയായിട്ടുള്ളത് നോക്കി വേണം സെലക്ട് ചെയ്യാൻ. ഇത് കണ്ടോ, വളരെ വാടി ഡ്രൈ ആയിട്ട് കാണാൻ പറ്റുമോ? ക്ലിയർ ആയിട്ട് ഫോക്കസ് ആവുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ വെച്ചാലോ, ഇത് കണ്ടോ, ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന സംഭവമാണ് കണ്ടോ. ഇങ്ങനത്തെ അല്ലാതെ പച്ചയായിട്ടിരിക്കുന്ന മേടിച്ചാൽ കുറച്ചുകൂടെ ഫ്രഷ് ആയിരിക്കും കേട്ടോ. സത്യത്തിൽ ആ മാർക്കറ്റിൽ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ പോയത്. പക്ഷെ ഇത് നമ്മൾ നോക്കിയെടുക്കാത്തോണ്ട് വന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇവിടെ നല്ല ഇങ്ങനെ ഇരിക്കാതെ പച്ചയായിട്ടിരിക്കുന്ന ഇത് നോക്കി തന്നെ എടുക്കണം. പിന്നെ രണ്ടാമതായിട്ട് റിഡ്ജ് കോഡ്, ഇത് നല്ല കട്ടി, രണ്ട് തരത്തിലുള്ള റിഡ്ജ് കോഡ് ഉണ്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ളതും ഇതെന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ളതുമാണ്. അപ്പം പണ്ട് നമ്മുടെ മുനികളൊക്കെ ഇങ്ങനെ വെള്ളം എടുക്കുന്ന സാധനമൊക്കെ ഇതിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ്. അതിനെന്തോ ഒരു പേരൊക്കെ പറയും, ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ പറഞ്ഞു തരൂ കേട്ടോ. അപ്പം ഇതിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതുണ്ട്, ഹാർഡ് ആയിട്ടുള്ളതുണ്ട്. സോഫ്റ്റ് ആയിട്ട് തൊലിയുള്ള ഇതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ പീലർ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരണ്ടി കൊടുത്താൽ മാത്രം മതി. അതങ്ങ് തൊലി മൊത്തത്തിൽ കളയൊന്നും വേണ്ട. പക്ഷെ ഇത് അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറിന് പ്രശ്നം വരും, പല്ലിന് പ്രശ്നം വരും. ഈ ഹാർഡായിട്ടുള്ള ഇതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ഇതിന്റെ തൊലി കളയണം. മറ്റേ ആ തൊലി കളയുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്കിത് തൊലി കളഞ്ഞിട്ട് വരാം. ഇത് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്തിട്ട് വരാവേ, ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ തന്നെയാണ് ഇതിന്റെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം ചെയ്യുന്ന ആള് ഞാൻ ആയതുകൊണ്ട് എന്താ പറയാ, മിക്കപ്പോഴും ഞാൻ ഇതൊന്നും ക്ലീൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറുണ്ട്. കാരണം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടിപ്സോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഈ തൊലിക്ക് നല്ല ഗുണമുള്ളതായതുകൊണ്ട് ഇത് വെച്ച് ചട്നിയോ അല്ലെങ്കിൽ ഇത് വെച്ച് ഇങ്ങനെ കുടിക്കാൻ പറ്റും. ഒരു ഡ്രിങ്ക് ഉണ്ട് കേട്ടോ, മറ്റേ കുരുമുളകും ഇഞ്ചിയൊക്കെ ഇട്ട ഒരു ഡ്രിങ്ക് ഉണ്ട്. ചൂടുകാലത്ത് കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ഉണ്ടാക്കാം ഈ തൊലി വെച്ച്. ഈ തൊലി ഇതിന്റെ ഔഷധ ഗുണമുള്ളതാണ്, കളയരുതെന്നാണ് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ സാധനം പിന്നെ ഈ പശുവിനും ആടിനും ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ഐറ്റമാണ്. നമുക്ക് മനുഷ്യർക്കും കഴിക്കാം. പക്ഷെ നമ്മുടെ ഈ ഇത് കളയാണ്ട് നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. കുറച്ചുകൂടെ ഇറക്കി വെക്കാം. ഇത് നമ്മള് നല്ല രീതിയിൽ നേരത്തെ ഈ പീലറിന്റെ പേര് എനിക്ക് കിട്ടാതെ വന്നപ്പോ ഞാൻ എന്തോ ജപ പറഞ്ഞു കേട്ടോ. കമണ്ടലു എന്നല്ല പറയുന്നത്, വെള്ളം സ്റ്റോർ ചെയ്യുന്ന അതിന്റെ പേര് കമണ്ടലു എന്നാണ് പറഞ്ഞത്. കമണ്ടല് വേറെ സാധനമല്ല, ഏൻഷ്യന്റ് മറ്റേ ഋഷികള് വെള്ളം സ്റ്റോർ ചെയ്യുന്നത് ഈ ചെടിയിൽ നിന്ന് എടുക്കുന്ന പേര് ഞാൻ കമണ്ടലും അല്ല, വേറെ എന്തോ കമണ്ടലും ആണ്. ഇത് നല്ല രീതിയിൽ ഇതിന്റെ തൊലി ഒന്ന് പീൽ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഈ തൊലി ആരും കളയരുത് കേട്ടോ. ഇതൊന്നെങ്കിൽ ഇത് വെച്ച് ചട്നി, പീനട്ടൊക്കെ റോസ്റ്റ് ചെയ്ത് ചട്നി ആക്കാം. അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇട്ട് തിളപ്പിക്കണം. കുരുമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം തണുപ്പിച്ചിട്ട് കുടിച്ചാൽ നല്ലതാണ്. അപ്പൊ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഞാൻ സത്യത്തില് എന്റെ മൂഡ് പോലെയാണ് എന്റെ റെസിപ്പി ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നല്ല മൂഡൊക്കെ ആണെങ്കിൽ ഇപ്പം സെയിം സാധനം തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിപ്പീസും ഒക്കെ ചെയ്യാറുണ്ട്. അതേസമയം അത്രയ്ക്ക് നല്ല മൂഡ് കുക്കിങ്ങിനുള്ള മൂഡ് അല്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടാറാണ് പതിവ്.
പിന്നെ ഡെയിലി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടാണ് എന്തെങ്കിലും ഇതാക്കാറാണ് പതിവ്. തോരനും മെഴുക്കുവരട്ടിയും അങ്ങനെയൊക്കെ തന്നെ, ചമ്മന്തിയും. അങ്ങനെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് നല്ല മൂടുള്ളപ്പോഴും അല്ലെങ്കിൽ അവധി ദിവസങ്ങളും ഒക്കെ ആകുമ്പോഴാണ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാറ്. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ വട്ടത്തിലാണ് അരിയുന്നത്. കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ അതിന്റെ അകത്തെ അരി ചെറുതായിട്ട് ഇപ്പൊ ഇങ്ങനെ അരി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗം ചെറുതായിട്ട് അതിന്റെ അരി നടുക്കൂടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടേ ചെറുതായിട്ട് അതിന്റെ അരി ഒന്ന് കളഞ്ഞേക്കാം. മൊത്തത്തിൽ ഇതിന്റെ സീഡ് അങ്ങ് വടിച്ചങ്ങ് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഹാർഡ് ആയിട്ടുള്ള മുറ്റിയ സീഡ് ഉണ്ടെങ്കിൽ മാത്രം കളയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അറിയാലോ, എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ വെജിറ്റേറിയൻസിന് നമുക്ക് ഇതിലെ പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേനും ഇതിന്റെയൊക്കെ സീഡ് ഒരു പ്രോട്ടീൻ സോഴ്സ് തന്നെയാണ്. പക്ഷെ മുറ്റിയ സീഡ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും എന്നുള്ളത് കൊണ്ട് മുറ്റിയ സീഡുകൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാന് റിമൂവ് ചെയ്ത് കൊടുക്കും. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഏതാണ്ട് വീട് പൊസിഷനിലൊക്കെ വല്ലാതെ കുനിഞ്ഞൊക്കെ നിന്ന വീഡിയോ എടുക്കുന്നു. ഞാൻ കൊണ്ടിപ്പോ ഇങ്ങനെ പക്ഷെ ഇതിന്റെ സ്റ്റാൻഡ് ഇങ്ങനെ വല്ലാണ്ട് അനങ്ങുന്നുണ്ട്. അത് ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാതിരുന്നു ഇതുവരെ. അപ്പൊ ഇത് നല്ല രീതിയിൽ അരിഞ്ഞിട്ട് വരാം കേട്ടോ. ഞാൻ ചൂടായപ്പോൾ എണ്ണ വെച്ച് ജീരകവും ഉലുവയും കൂടെ ഇട്ടു. ഇതൊന്ന് പൊട്ടുമ്പോഴത്തേനും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇടാൻ പോവാണ്. നല്ല ഒരു മണം വരും. അപ്പോഴത്തേനും ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ സവാള എല്ലാം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള റിച്ച് ഗോഡ് ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഏറ്റവും അവസാനം ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്തു. ഇതേ റിച്ച് ഗോഡ് തന്നെ നമുക്ക് പാലൊക്കെ ഒഴിച്ച് വേറെ രീതിയിലും വെക്കാം കേട്ടോ. പല പല രീതിയിൽ വെക്കാം. നമ്മളിപ്പോൾ പാൽ ഉപയോഗിക്കാതെ ഈ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത്. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ റിച്ച് ഗോഡ് കൂടി ഇട്ട ശേഷം മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി ഇടാൻ പോവാണ്. മല്ലിപ്പൊടി കൂടി ഇടുന്നോണ്ട് വിരോധമില്ല. അതുപോലെ തുടക്കത്തിൽ ജീരകമല്ല ഇട്ടത്, നിങ്ങൾ കടുകായിട്ടാണ് പൊട്ടിച്ചെങ്കിൽ ഈ സന്ദർഭത്തിൽ നമുക്ക് മല്ലിപ്പൊടിയുടെ കൂടെ കുറച്ച് ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്തേക്കാം. അതാണ് നമ്മുടെ തക്കാളി. അപ്പം തക്കാളിയും കൂടെ ചേർക്കാം. അപ്പം നോൺ വെജ് കഴിക്കുന്നവർക്കൊക്കെ ഈ തക്കാളിയുടെ കൂടെ തന്നെ നമുക്ക് ഷ്രിമ്പൊക്കെ പോലത്തെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് നമ്മൾ തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇനി ഇത് ടൊമാറ്റോയും കൂടെ വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി റെഡിയായി. സോ അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോസസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മെത്തേഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ ഇത് മാത്രമാണെങ്കിലും കഴിക്കാൻ പറ്റും, അത്ര ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സബ്ജിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. ടേസ്റ്റി യമ്മി എന്നാൽ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ.